ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു രാത്രി അല്ലേ, നമ്മുടെ രാത്രി. അപ്പോൾ എപ്പോഴും അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് എല്ലാവരും, ഒരുപക്ഷെ എല്ലാവരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, കാരണം കുടിക്കുന്നവരും കുടിക്കാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ കുടിച്ച് വലിയ വലിയ ആപത്തിൽ പെട്ടവരും ഒരുപക്ഷെ അറിയാൻ താല്പര്യം ഉണ്ടാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും ഈ വീഡിയോ പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഉപകരിക്കപ്പെടാം അല്ലേ. ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നൊരു നിമിഷം ഭാവിയിൽ വന്നേക്കാം. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. മീ ആൻഡ് ഡ്രാഗൺ ജി ആർ ജോയിനിങ് ആൻഡ് വി ഹാവ് സൈൻഡ് ഇൻ. ഇനി നമുക്ക് നമ്മുടെ കമ്പനിക്കാരെ മേടിക്കാൻ പോകാം. വി ആർ അറ്റ് പെഗോഡ റിസോർട്ട്സ്, ആലപ്പി. മിസ്റ്റർ ഡ്രാഗൺ ജി, നമുക്ക് അങ്ങോട്ട് ചലിച്ചാലോ? Yeah, move on. അവനല്ലേ ഒരു അനക്കും ഇല്ല. രണ്ടു മൂന്ന് ബിയർ വേണമല്ലോ. അതെ, നോക്കാം. പറയുമ്പോൾ ബിയർ ആൻഡ് വൈൻ മാത്രമാണ്. പക്ഷേ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഷോർട്ടായിട്ട് തന്നെ ഇതൊരു ബാറായി മാറും അല്ലെ മിസ്റ്റർ ജോർജിയസ്? അതെ, അതിനുള്ള അതെ വിത്തിൻ നെക്സ്റ്റ് 6 months പ്രോബബ്ലി ഇവിടെ ബാർ ലൈസൻസ് കിട്ടും എന്നെല്ലാം നമ്മുടെ ശുഭപ്രതീക്ഷയാണ്. ബിയർ വേണം. ഏത് ബിയർ വേണോ? സിംബ വേണ്ട. സിംബ നമ്മുടെ ഡ്രങ്കൻസിക്ക് പേടിയാണ് അല്ലേ. സിംബ അടിച്ചാൽ കിറങ്ങി പോകുന്നു പറഞ്ഞു. സ്റ്റോം എടുത്താലോ? ഒരു കാര്യം ചെയ്യും, 2 സ്റ്റോമും 2 സിംബയും. പാഴ്സലല്ല കഴിക്കണ്ടേ, ഞങ്ങൾ അവിടെ ഓപ്പൺ ചെയ്തോളാം. ഡെക്സ് എന്തിനാ? ആകെ കൂടെ കൺഫ്യൂഷൻ ആയല്ലേ. 2 സെന്റ് ഉണ്ടോ? അത് ഒരു 2 എണ്ണം, പിന്നെ 2 ലൈസ് കൊടുത്തേ. 6 മതി. ഓറഞ്ച് മതി. എത്രയാണ് മിസ്റ്റർ വർഗീസ്? 910 അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കമ്പനിക്കാർക്കെല്ലാം 910 രൂപ. കമ്പനിക്കാരും ബാക്കിയുള്ള അനുയായികൾക്കും കൂടെ വേണ്ടിയിട്ട്. ഇത് കീറിയത് പറഞ്ഞ് പണിയാവുമല്ലോ അല്ലേ? ഇതാരും പിടിക്കും? ഞാനെങ്ങനെ പിടിക്കും? നമ്മുടെ സ്ഥലത്തോട്ട് പിടിച്ചോണേ. ഓക്കെ, സ്റ്റേ ട്യൂൺ. ക്ലോസ് ആണ് ഉണ്ടല്ലോ. സോ മിസ്റ്റർ ഡ്രാഗൺ ജി, താങ്കൾ എല്ലാം സജ്ജമാക്കി വെച്ചല്ലേ? പണിയും തുടങ്ങി കഴിയും അല്ലേ? അതെ, ഇനി എന്തിനാ താമസിപ്പിക്കുന്നത് അല്ലേ? ഓൾറൈറ്റ്. തന്റെ 2 ബ്ലൂ, എന്റെ സിംബ. എനിക്ക് സിംബ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. എന്തുവാണെന്ന് എനിക്കറിയില്ല. അറിയില്ല. അവരവരുടെ ടച്ചിങ്സ് മാത്രം എടുക്കുക. അവസാനം ഇന്നലത്തെ ആണെങ്കിൽ ടച്ചിങ്സ് ഇല്ലാതെ ഞാൻ പെട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായില്ലേ? എന്തോ ഞാൻ അവിടുത്തെ പൊട്ടിച്ചപ്പോ പതഞ്ഞു വരുമായിരിക്കുന്ന കരുതിയത്. പൊട്ടിച്ചോളൂ. അതൊരു ഇന്ന് വെളുത്തിരിക്കുന്നത് അതിന്റെ മുകളിൽ. അത് ഇങ്ങനല്ലോ, അതിന്റെ സ്റ്റിക്കർ ഇരുന്നുകൊണ്ട് അങ്ങനെ തോന്നിയത്. ഒന്നേ പൊട്ടിക്കുന്നുള്ളൂ. താൻ്റെ ഗ്ലാസ് മേടിക്കാൻ ഞാൻ പണിയല്ലേ? യെസ്, പൊട്ടിച്ചോളൂ മോനെ ഡ്രാഗൺ ജി. പഴയ മദ്യപാനി അല്ല മോനെ, ഇത് കുറച്ച് ദൂരമായിട്ടൊക്കെ ഇരിക്കുന്നു. കാരണം പണ്ട് എനിക്ക് പേടിയായിരുന്നു, ഇപ്പോൾ ഞാനിതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞു. എക്സ്പെഷ്യലി സിംബയില് പോരാവില്ല കയ്യിൽ. ഇപ്പൊ സോ സിമ്പിൾ. പണ്ട് പേടിച്ചൊക്കെയാണ് പുക വരുന്നതിന്റെ അക്ഷയൽപ്പിയ പവർഫുൾ ആണ് കേട്ടാ. ആലപ്പിയിൽ ഇപ്പൊ ഏറ്റവും കിട്ടുന്ന സ്ട്രോങ്സ്റ്റ് ബിയറിൽ ഒന്നാണ് സിംബാബിയ. വളരെയധികം ഫാൻ, വളരെ നിമിഷ കാലം കൊണ്ട് വളരെയധികം വലിയൊരു ഫാൻ ബേസ് ഇപ്പൊ സിംബയ്ക്ക് കിട്ടി. അതാണ് അതിന്റെ ഈ പവറാണ് കാര്യം. പവർ മാത്രമല്ല, ഇതിന്റെ ടേസ്റ്റും ഒരു എക്സെപ്ഷൻ, നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ആണ്. എന്നെഴുതി മധുരവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഏതായാലും ഫസ്റ്റ് ചേഴ്സിനുള്ള മയക്ക് പിടിയാൻ വെക്കുകയാണ്. യെസ്. അപ്പൊ ഗായ്സ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ കണ്ടന്റ് ഈസ് എ വെരി വാല്യുബിൾ ഇൻഫർമേഷൻ.
that I'm going to pass on to you. അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എല്ലാവർക്കും, കുടിക്കുന്നവരായാലും കുടിക്കാത്തവരായാലും ആരായാലും, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ഇതിന്റെ ഒരു ആവശ്യം വന്നേക്കാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ചിയേഴ്സിലേക്ക് മദ്യപാനി കടക്കുകയാണ്. അതിനു മുമ്പ് മിസ്റ്റർ ഡ്രങ്കനെ കൂടെ റെഡിയാക്കട്ടെ. ഡ്രങ്കൻ ആരും റെഡി? അതെ, വന്നപ്പോഴേ റെഡി, ജനിച്ചപ്പോഴേ റെഡി ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ്. സോ ഹിയർ ഇറ്റ് ഗോസ്. Cheers. And cheers you. ഈ ലൈസും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, നല്ല എരിവുണ്ട്, നല്ല ഫ്ലേവർ. അല്ല കത്തി നമ്മുടെ ടോപ്പ് 10 പോയിന്റ്സ്, വിച്ച് മീൻസ് മദ്യപിക്കുന്നതിന്, അതായത് മദ്യപിക്കരുത് എന്ന് പറയുന്നതിനുള്ള 10 റീസൺസ്, എന്തുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുതെന്ന് എല്ലാവരും പറയുന്നതിനുള്ള എന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 10 റീസൺസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. വിച്ച് മീൻസ് വൈ ഡാസ് പീപ്പിൾ സേ നോട്ട് ടു ഡ്രിങ്ക് ആൽക്കഹോൾ എന്നതിനുള്ള 10 പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്പോട്ട് ഗോസ് ടു, സ്പോട്ട് എന്നല്ല, ഫസ്റ്റ് റീസൺ, മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമിതമായി ശരീരഭാരം കൂടും. വെയിറ്റ് ഗെയിൻ, വയറ് മാത്രമല്ല, ശരീരത്തിന് ഭയങ്കര മാസ് കൂടും. അതായത് നമ്മുടെ ജിമ്മ് മസിലും കാര്യങ്ങളൊന്നും അല്ല, ശരീരഭാരം അമിതമായിട്ട് കൂടും. നാച്ചുറൽ അല്ലാതെ അൺനാച്ചുറൽ ആയിട്ട് ശരീരഭാരം കൂടാനായിട്ടുള്ള വളരെയധികം പോസിബിലിറ്റി ഉണ്ട് മദ്യപിക്കുന്നത് കൊണ്ട്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, അതായത് രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് മെമ്മറിയിലെ ലോസ് ഉണ്ടാവും. മെമ്മറി ലോസ് അൽഷിമേഴ്സും കാര്യങ്ങളൊന്നുമല്ല, ബട്ട് കാലക്രമേണ നിങ്ങൾക്ക് മെമ്മറിയുടെ ഒരുപാട് ഇഷ്യൂ വരും. ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പഠിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം, അതും അതിന്റെ ബാധകമാണ്. ലേണിങ്ങിനും അതുപോലെ തന്നെ മെമ്മറിക്കും വലിയ തോതിൽ അത് ദോഷം ചെയ്യും മദ്യപാനം. അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയും അങ്ങനെ ഒന്നോ ഞാൻ എല്ലാം നല്ല മദ്യപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓർമ്മ വരുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. ശരിയാണ്, പഴയതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഓർമ്മ വരും. പക്ഷേ ഇൻ റിയാലിറ്റി നിങ്ങളുടെ നോർമൽ ലൈഫിൽ നിങ്ങളുടെ മെമ്മറിനെ അത് വളരെയധികം ബാധിക്കും. അത് ഓർമ്മക്കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ്, അത് വലിയൊരു ദോഷമാണ്. സെക്കൻഡ് പോയിന്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈറ്റൽ പോയിന്റ് ഇൻ ദിസ് ലിസ്റ്റ് ആക്ച്വലി. കാരണം മെമ്മറി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിതം തന്നെ താളം തെറ്റിപ്പോകും. ദാറ്റ്സ് എ ടോട്ടൽ ഡിസോർഡർ. സോ സെക്കൻഡ് പോയിന്റ് ഈസ് മെമ്മറി ലോസ് ആൻഡ് ലേണിംഗ് സ്കിൽ ഡെഫിഷ്യൻസി. ഇത് ഒഴിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയണം, അല്ലെ അത് മോശമാണ്. ദ തേർഡ് പോയിന്റ്, അതായത് നമ്മുടെ മൂന്നാമത്തെ റീസൺ, യു ഷുഡന്റ് ഡ്രിങ്ക് ആൽക്കഹോൾ, മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ഡ്രഗ്സിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതായത് മദ്യപിച്ചു കഴിഞ്ഞ് മദ്യത്തിന്റെ ആ ഒരു ആസക്തിയൊക്കെ കയറി കഴിഞ്ഞാൽ, ആ ഒരു ഫീലൊക്കെ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുപാട് ഇതിനേക്കാളും അധികം അമിതമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് വേറെയുണ്ട്. MTD MVD എന്തുവാണോ അറിയാം, MVD മറ്റേതാ. അതെ, എനിക്ക് അതിന്റെ എക്സാക്ട് പേര് നമ്മൾ ഉപയോഗിക്കാത്തവർ നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ. MDM, അതെ, MDM, കഞ്ചാവ്, അതുപോലെയുള്ള മയക്കുമരുന്ന്, കുത്തിവെപ്പുള്ള സാധനങ്ങൾ, ഇതെല്ലാം അതിലേക്കൊക്കെ ഉള്ളൊരു ഓപ്പൺ എൻട്രി, ഒരു ഇൻവിറ്റേഷൻ ആണ് മദ്യപിച്ചു കഴിഞ്ഞാൽ. വളരെ ഞങ്ങളെപ്പോലെ എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അമിതമായിട്ടൊന്നും മദ്യപിക്കാറില്ല, നിങ്ങൾക്ക് അറിയാം. വളരെ പരിമിതമായിട്ടും ഹെൽത്തി ആയിട്ടും മദ്യപിക്കുകയാണെങ്കിൽ, വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മദ്യപിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ആൽക്കഹോൾ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് അധികം ഉണ്ടാവത്തില്ല. പക്ഷേ അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ മദ്യപിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഡ്രഗ്സിലേക്കൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം എക്സസ് ആണ്, ഓവറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. അതും ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഓൾസോ എ വൈറ്റൽ പോയിന്റ് ഇൻ ദിസ് ലിസ്റ്റ്. സോ കീപ് അവേ ഫ്രം ആൽക്കഹോൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ കുടിക്കുവാണെങ്കിൽ പോലും റെസ്പോൺസിബിൾ ആയിട്ട് കുടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കീപ് അവേ ഫ്രം ആൽക്കഹോൾ ഓൾവേസ്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, നാലാമത്തെ റീസൺ എന്തായിരിക്കും? Any guess, anybody? One of the most important side effect and disadvantage, നിങ്ങൾക്ക് എന്ത് വേണ്ടി നെയിം ചെയ്യാം, എന്തും പറയാം.
കാരണം 4ാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഭയാനകമായ റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം മദ്യപാനം ക്യാൻസറിനുള്ള ഓപ്പൺ എൻട്രി ആണ്. മനസ്സിലായോ? നമ്മൾ ഒന്നും ചെയ്യാത്ത മനുഷ്യർക്ക് പോലും ക്യാൻസേഴ്സ് വരുന്നു. പക്ഷേ മദ്യപിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വെരി വെരി ഹൈ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നല്ല, ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആൻഡ് ദ മോസ്റ്റ് ഹൊറിബിൾ റീസൺ ആൻഡ് ദ മോസ്റ്റ് ഹൊറിബിൾ റിസൾട്ട് ഓഫ് കൺസ്യൂമിങ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ആ 4th പോയിന്റ് എല്ലാവരും മനസ്സിൽ വെക്കണം. അമിതമായിട്ട് മദ്യപിച്ചില്ലെങ്കിൽ പോലും മദ്യപിക്കുന്നവർക്ക് ക്യാൻസർ രൂപപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഗൈസ്. സോ ഡ്രിങ്ക് വെരി റെസ്പോൺസിബിൾ ആൻഡ് ഇഫ് യു ആർ നോട്ട് ഡ്രിങ്കിങ് പ്ലീസ് സ്റ്റേ അവേ ഫ്രം ആൽക്കഹോൾ. ദാറ്റ്സ് മൈ അഡ്വൈസ്. മദ്യത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് മദ്യപാനിക്കായിട്ട് കൂടെയുള്ള ഡ്രങ്കൻ ചെയ്താ എടുത്ത കമത്തുന്ന ആ പേടി പോകാനുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ? നിർത്താൻ താല്പര്യമുള്ളവർ നിർത്തട്ടെ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറയണം, അല്ലേ? അല്ലാതെ തീർച്ചയായിട്ടും. കാരണം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു പാഠം അറിവുണ്ടായിരിക്കണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ അതിന്റെ അധ്യാപകന്മാരൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും മദ്യത്തിന്റെ ഫീൽഡിലുള്ള വ്യക്തികൾ എന്ന നിലയിൽ അതിനെക്കുറിച്ച് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കും പ്രകടിപ്പിക്കും ആവശ്യത്തിലധികം ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. പക്ഷെ അറിയാത്ത ഒരു പേരുണ്ടെങ്കിൽ 1000-1 1,00,000 ആണെങ്കിൽ പോലും ആ അറിവ് അയാൾക്ക് ഞാൻ പകരുമ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമാണ്. ദാറ്റ്സ് മൈ ജോബ് ആക്ച്വലി. സോ ഡ്രങ്കനൊക്കെ വേറെ ഒന്നും കൂടെ പിടിപ്പിച്ചോ എന്നൊരു സംശയം. നിഴല് കണ്ടതുപോലെ. ഡ്രാഗൺ സ്റ്റോം എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല, അടിപൊളിയല്ലേ? കിങ്ഫിഷർ കൂട്ടത്തിൽ ഒരു ലെജൻഡാണ് സ്റ്റോം എന്ന് പറഞ്ഞാല്. ഓക്കേ. ആൻഡ് ഗായ്സ്, കമ്മിങ് ടു ദ 5th സ്പോട്ട്, 5ാമത്തെ റീസൺ, 5ാമത്തെ കാരണം മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ 5ാമത്തെ കാരണം എന്താണെന്ന് അറിയണ്ടേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം മദ്യപിക്കുന്നവർക്കും മദ്യപിക്കാത്തവർക്കും അല്ലെങ്കിൽ മദ്യപിക്കുന്നതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആൻഡ് കോമൺ, ഒരുപക്ഷെ അത് മാത്രമായിരിക്കാം ഒരുപക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത്. ദ 5th കാരണം, ദ 5th റീസൺ ഈസ് ദാറ്റ് ലിവറിനുള്ള പണി. കാരണം മദ്യപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ലിവറിനാണ്. ലിവർ സിറോസിസ്, അതിന്റെയൊക്കെ ഫങ്ഷൻസ്. കാരണം ലിവർ ഡാമേജ് ആയാൽ കാഞ്ഞു പോയി നിങ്ങൾ. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എല്ലാം നടക്കുന്നത് ലിവറിലാണല്ലോ. സോ ലിവറിന് ഏറ്റെങ്കിൽ പണിയാവുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ 5ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ലിവറിനുള്ള പ്രോബ്ലമാണ്. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ, അമിതമായി കഴിഞ്ഞാൽ ലിവർ പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി ഇല്ലാണ്ടായി പോകും. ലിവറിന് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. നിങ്ങൾ മദ്യപിക്കുമ്പോൾ ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ റീജനറേഷൻ ഈസ് പോസിബിൾ ഫോർ ലിവർ. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ മുറിവ് ഉണങ്ങുന്നത് പോലെ തന്നെ ലിവറിന് ഏൽക്കുന്ന ക്ഷതം നാച്ചുറലായിട്ട് ലിവർ തന്നെ അത് മാറ്റിക്കൊണ്ടുവരും, റീജനറേറ്റ് ചെയ്യും. അതാണ് ലിവറിനുള്ളൊരു ഗുണം എന്ന് പറയുമ്പോൾ. അത് കാരണം അമിതമായിട്ട് മദ്യപിക്കുന്നത് മാത്രമല്ല, മദ്യപിക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ട്, അതായത് ഇന്ന് അടിച്ച നാളെ അടിക്കായിരിക്കും എന്നല്ല പറഞ്ഞത്, ഒരു മാസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ഗ്യാപ്പ് ഇടുവാണെങ്കിൽ ലിവറിന് ഉണ്ടാവുന്ന ക്ഷതത്തിൽ നിന്ന് ലിവർ തന്നെ അതിന്റെ ഇമ്മ്യൂണിറ്റി തന്നെ അത് റീജനറേഷൻ ഈസ് പോസിബിൾ. അത് അതൊക്കെ ലിവറിന് തനിയെ തന്നെ റിക്കവർ ചെയ്യാൻ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അതിന്റെ അഡ്വൈസ് അല്ലേ ഞാൻ പറഞ്ഞത്, ഒരു പോസിബിലിറ്റിയും റീസണാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ലിവറിന് അത് വളരെയധികം ദോഷം ചെയ്യും, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ. അതാണ് മദ്യപാനത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഡാമേജസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്നാണ് ലിവർ സിറോസിസും ലിവറിനുണ്ടാകുന്ന ഡാമേജസും. സോ ഡ്രിങ്ക് റെസ്പോൺസിബിൾ. പിന്നെ ഗായ്സ്, ഒരു സൈക്കോളജിക്കൽ കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ദ 6th റീസൺ വൈ യു ഷുഡന്റ് ഡ്രിങ്ക് ആൽക്കഹോൾ എന്ന് പറയുന്നതിന്റെ കാരണം 6ാമത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. വിച്ച് മീൻസ് ആൽക്കഹോൾ കൺസംഷൻ അമിതമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷണൽ സ്ട്രെസ്, അതുപോലെ തന്നെ ട്രോമാസ്, അതുപോലൊക്കെ മെന്റൽ ട്രോമാസ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി. അതെന്താണെന്ന് പറഞ്ഞെങ്കിൽ പലർക്കും ഉണ്ടാവും. പല കാര്യങ്ങളിലും ഓരോ മനുഷ്യരുടെ ഉള്ളിലും വിഷമിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. അവരുടെ പഴയ കാര്യത്തിലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഇതെല്ലാം മദ്യപിക്കുമ്പോൾ അതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ അപബോധ മനസ്സിൽ കിടക്കുന്ന സാധനം നമ്മുടെ സ്വബോധ മനസ്സിലേക്ക് വരും. അങ്ങനെ അതോർത്ത് നമ്മൾ ദുഃഖിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയൊരു എന്താ പറയുക, അതൊക്കെ ശരിക്കും ഒരു അവസ്ഥയാണ് ആക്ച്വലി മനുഷ്യന്റെ.
പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു മെമ്മറി ലോസ് ഉണ്ടാവും ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയുമെന്നും പറഞ്ഞു. അതെങ്ങനെയാ? വെള്ളം അടിച്ചെങ്കിൽ ഓർമ്മകൾ ഒരുപാട് വരും എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു മറന്ന കാര്യങ്ങൾ, നമ്മൾ പണ്ട് ഒരുപാട് വിഷമിച്ച് മറന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് അതൊക്കെ റീകളക്ട് ആവും. അപ്പോൾ അതോർത്ത് നമുക്ക് ഒരുപാട് വിഷമം വരും. നമ്മൾ ശരിക്കും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ വരെ ആയി തീരാം. വെള്ളം അടിച്ചിട്ട് കരയുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരും പറയും വെള്ളം അടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വെള്ളം അടിക്കുന്നത് ദുഃഖങ്ങൾ മറക്കാനായിട്ടാണ്. അതൊരു പരിധി വരെ ശരിയാണ്. പ്രസന്റ് ആയിട്ടുള്ള ദുഃഖങ്ങൾ നമ്മൾ മറക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ദുഃഖങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അത് ഒരുപാട് എല്ലാവർക്കും ഒരുപോലെ അല്ല കേട്ടോ. വെള്ളമടി എൻജോയ് ചെയ്യുന്നവരുണ്ട്, എന്നെ ഡ്രങ്കൻ ചെയ്യും പോലെ. പക്ഷെ അതല്ലേ ഞാൻ പറഞ്ഞത്, അമിതമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഹൈ ആണ്. നിങ്ങൾ അത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ എത്തിക്കാം മദ്യപാനം. അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വളരെയധികം ദോഷഫലമുള്ള കാര്യമാണ് ഈ മദ്യപാനം എന്ന് പറയുമ്പോൾ. അല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്ത് പക്ഷേ അതിന്റെ ദൂഷ്യവശങ്ങൾ ഇതൊക്കെയാണ്. അമിതമാകാൻ പാടില്ല. അമിതമായാൽ അമൃതും വിഷം എന്നുള്ള സ്ഥിരം പല്ലവി മദ്യപാനി ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. സോ ഡ്രിങ്ക് റെസ്പോൺസിബിൾ ഓൾവേസ് ആൻഡ് കീപ് യുവർ ഹെൽത്ത് better and strong. That's my advice to you. So for that again advice. And guys, coming to the 7th reason why you shouldn't drink alcohol എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ വളരെ ഡിപ്പെൻഡന്റ് ആയി പോകും. മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള ആ ഒരു പോസിബിലിറ്റിയും കേപ്പബിലിറ്റിയും നിങ്ങൾക്ക് ഒരുപാട് ഹൈ ആയി മാറും. കാരണം അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടവും. വെള്ളം അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യനാണ്, ഏറ്റവും ശക്തനാണ്, ഏറ്റവും ബുദ്ധിമാനാണ്. അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക്. നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എന്ന് നിങ്ങൾ തോന്നും. പക്ഷേ നിങ്ങൾ ആൽക്കഹോൾ ഇല്ലാത്ത സമയത്ത്, നിങ്ങൾ നോർമലായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. ഇതില്ലെങ്കിൽ നിങ്ങൾ ആരുമല്ല എന്നുള്ളൊരു തോന്നൽ വരും. മദ്യപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ശക്തിയാണ്, എനിക്ക് ഭയങ്കര വിൽ പവർ ആണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഭൂരിഭാഗം എല്ലാവരും ചിന്തിക്കുന്ന അതാണ്. പക്ഷേ ഇൻ റിയാലിറ്റി നിങ്ങൾ നോർമലായിട്ടിരിക്കുമ്പോൾ, അതായത് അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി നിങ്ങൾക്ക് ആ സെൽഫ് ആയിട്ടുള്ള കോൺഫിഡൻസ് അങ്ങ് നഷ്ടമാവും. നിങ്ങൾ പോലും അറിയത്തില്ല. അവിടെ ഒന്ന് എന്തെങ്കിലും ചെയ്യണം, എനിക്കത് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇതിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആൻഡ് ദൂഷ്യവശം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ നല്ലപോലെ ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ അവസ്ഥ അനുഭവിക്കുന്നുണ്ടാവും. അറ്റ് പ്രസന്റിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകാം. ഇതൊക്കെ സത്യസന്ധമായുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമ്മളൊന്നും ഗൂഗിൾ റെഫറൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ വെള്ളം അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. പക്ഷെ വെള്ളം അടിച്ചില്ല എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ വളരെയധികം വൈറ്റലായിട്ടുള്ള പാർട്ടാണ്. അതൊക്കെ ഓർത്ത് വേണം വെള്ളവടിയിലേക്ക് ഇറങ്ങി വരാനായിട്ട്. ഇറ്റ്സ് മൈ അഡ്വൈസ് ആക്ച്വലി. ആൻഡ് ഗായ്സ്, നമ്മുടെ എട്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ഗായ്സ്, ചെറിയ ഇന്ററപ്ഷൻ ഉണ്ട്. കുപ്പി കാലിയായി. അപ്പൊ അടുത്ത കുപ്പി പൊട്ടിക്കേണ്ട ആ ദിവ്യ മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. Just like this, as always. And എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വേറൊരു കാര്യങ്ങളിൽ അതും കൂടെ വരും. വിച്ച് മീൻസ് മദ്യപിച്ചു കഴിഞ്ഞാൽ, അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന പോസിബിലിറ്റി വളരെ ഹൈ ആണ്. മനസ്സിലായോ? നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ളൊരു ഫീൽ വരും. നിങ്ങൾക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് ഈ കാര്യത്തിൽ. മദ്യപാനം ആയതുകൊണ്ട് തന്നെ ഡിപ്രഷനും ആൻസൈറ്റി, വേവലാതി ഒരുപാട് കൂടും. ഇപ്പൊ എന്തെങ്കിലും കാര്യം നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കുമോ, ആകെ കൂടെ വെപ്രാളം. എനിക്കത് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് മീൻസ് അങ്ങനെയല്ല, ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള കാര്യം പറഞ്ഞു കേട്ടോ. ആൻസൈറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. അത് നിങ്ങളെ ശരിക്കും ബാധിക്കും. നിങ്ങളുടെ ഹെൽത്തിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന ഒരു ഘടകമാണ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി. അപ്പോൾ അതും ഒരു വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം മദ്യപിക്കുന്നത് തന്നെ ടോട്ടലി ഡിസഡ്വാൻറ്റേജ് ആണ് ഹ്യൂമൻ ബോഡിക്ക്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ ലൈറ്റ് ആയിട്ടൊന്ന് മദ്യപിച്ചു. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് മദ്യപിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശം നിങ്ങൾ അറിയത്തില്ലായിരിക്കാം. പക്ഷെ അപ്പൊ നിങ്ങളത് മനസ്സിലാവും. ഓവറായിട്ട് നമ്മൾ ആൻഷ്യസ് ആവും.
ഓവറായിട്ട് ഭയങ്കര വെപ്രാളം വരും. ഇതെല്ലാം മദ്യത്തിന്റെ ഫലമാണ്. സാധാരണഗതിയിലുള്ള കാര്യമായിരിക്കാം, നമ്മൾ നോർമലായിട്ട് നിൽക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ മദ്യപിക്കുമ്പോൾ ഈ ആൻസൈറ്റിയുടെ ലെവല് ഇൻക്രീസ് ആവും. മനസ്സിലായോ? ഓവറായിട്ട് നിങ്ങൾ വെപ്രാളം ഉണ്ടാവും. അതൊക്കെയാണ് മദ്യപാനത്തിന്റെ 8ാമത്തെ റീസൺ why you shouldn't have to drink, why you should not take alcohol as a primary drink. That's the reason and that's the conclusion of 8th point. Next point എന്ന് പറഞ്ഞാൽ പലരിലും ആകാംക്ഷയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ തന്നെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് പേടി തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രം കുടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എന്നിരുന്നാലും 9ാമത്തെ കാരണം എന്തുകൊണ്ട് ഈ സാധനം അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. അമിതമായിട്ടായാലും വളരെ ലൈറ്റ് ആയിട്ടായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നതിന്റെ 9ാമത്തെ കാരണം എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? യെസ്, ആ വൈറ്റൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജിങ് പ്രോസസ്സ് വളരെ ആക്സിലറേറ്റ് ചെയ്യും. ഇൻ മലയാളം നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പ്രായമാകും. മനസ്സിലായോ? നിങ്ങളുടെ ശരീരമായാലും മനസ്സായാലും ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് നിങ്ങൾ ഏജ് ആവും, നരയ്ക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏജിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അത് നമ്മുടെ ആൽക്കഹോൾ ചെല്ലുമ്പോൾ അത് അമിതമായിട്ട് മദ്യപിക്കുന്നവരിൽ പെട്ടെന്നായിരിക്കും ആ ഘടകം ഉണ്ടാവുന്നത്. നിങ്ങൾ പെട്ടെന്ന് പ്രായമായി പോകണം. അതാണ്, മനസ്സിലായോ? അതൊരു വൈറ്റൽ കാര്യം. നമുക്ക് എല്ലാവരുടെയും അല്ല, അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്ന എല്ലാവരുടെയും പേടി സ്വപ്നമാണ് നിങ്ങൾ പ്രായമാകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും പ്രായമാകും, നമ്മളെല്ലാവരും മടിയായി പോകും. പക്ഷെ എന്നിരുന്നാലും മദ്യപിക്കുമ്പോൾ ഈ സാധനം കുറച്ചുകൂടെ സ്പീഡിലാകും. That's a reason, that's a process that is happening while drinking. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കറവന്മാരായിട്ട്. Come on, Mr. Dryer. അപ്പോൾ നമ്മുടെ 10th point and the conclusion point എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും ഒരു ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും വൈറ്റലായിട്ട് വേണ്ട കാര്യം അത് ഫുഡാണ്, വാട്ടറാണ്, ഷെൽട്ടറാണ്. അതെല്ലാം ബേസിക് അമ്യൂണിറ്റീസ് ആണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് സ്ലീപ്പാണ് ആവശ്യം. അതെ, ഉറക്കം. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, പണം, കാറ്, ബംഗ്ലാവ്, എന്ത് അമ്യൂണിറ്റീസ്, എന്ത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യമായ ഉറക്കമില്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലാത്തവനായി മാറും. നമ്മുടെ മെന്റലി നമ്മൾ ഒരുപാട് ഡിസോർഡർ ആയി പോകും. നമ്മൾ സൈക്കോളജിക്കലി യു വിൽ ബിക്കം ഇൽ. അതാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ, അമിതമായി മദ്യപാനം ഉള്ള ശീലമുള്ള ആളാണെങ്കിൽ അവന്റെ ഉറക്കത്തെ അത് വളരെ വലിയ തോതിൽ അത് ബാധിക്കും. അത് കാരണം അതാണ് ഏറ്റവും മെയിൻ പാർട്ട് ഞാൻ പറയില്ല, പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് ഏറ്റവും വൈറ്റൽ പാർട്ടാണ് അവനുള്ള വിശ്രമം, അവനുള്ള സ്ലീപ്പ്. ആ ഉറക്കം നഷ്ടപ്പെടുത്തും. പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് ലഭിക്കത്തില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ. സത്യസന്ധമായുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഡ്വൈസ് എന്നല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമിതമായിട്ട് മദ്യപിച്ചിട്ട് നമ്മളൊരു 9 മണിക്ക് കിടക്കുന്ന ഒരാൾ, സാധാരണ ആൾക്കാർ രാവിലേക്ക് എഴുന്നേക്കത്തുള്ളൂ. ഞാൻ ഇതുപോലെ വെള്ളം അടിച്ചിട്ട് എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. എന്നിട്ട് വെളുപ്പാങ്കാലത്തും നട്ടുച്ചയില്ല, വെളുപ്പാങ്കാലത്ത് പല സമയങ്ങളിലൊക്കെ എഴുന്നിട്ടുണ്ട്. പിന്നെ ഉറക്കവേ ഇല്ലാതെ കിടന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബ്രെയിനൊക്കെ ഒരുപാട് ട്രോമയാണ് കൊടുക്കുന്നത്. സ്ട്രെസ്, അതൊക്കെയാണ് മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതങ്ങ് അടിക്കുകയാണ് മക്കളെ. സോ എല്ലാവർക്കും ഇന്നത്തെ പോയിന്റ്സ് എല്ലാം വളരെയധികം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് മദ്യപാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാനിതങ്ങ് അടിക്കുകയാണ്. Just as I always do. That's it. നമ്മുടെ നമ്മുടെ ബന്ധത്തിലേക്ക്. സോ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഞാൻ പറയാൻ ഒരുപാട് നാളുകളായിട്ട് വിചാരിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ അത് അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ട്, അല്ലെ? എല്ലാവർക്കും ഞങ്ങൾക്കും ഉണ്ട്, നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഞങ്ങളും അതൊക്കെ പഠിക്കുകയാണ്, അല്ലെ? പക്ഷെ ഞങ്ങൾ വെള്ളമടിക്കും. പക്ഷെ ഞങ്ങൾ വെള്ളമടിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, ഞങ്ങൾ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ട്
ഹെൽത്ത് നോക്കി മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ഒരു മദ്യപാനിയുടെ കണ്ടെടുന്ന ചാനൽ നിങ്ങൾ പറയുന്നത് ഇവന്മാർ ആസ്ഥാന കുടിയന്മാരാണ്, എന്നിട്ട് ചാനൽ കണ്ടിട്ട് നമ്മളെ അധിക്ഷേപിക്കുന്നവരുണ്ട്. ഇതെന്ത് കുടിയന്മാരാണ്? അതാണ് ഞങ്ങളുടെ വിജയം അല്ലേ? അതിലാണ് ഞങ്ങളുടെ വിജയം. നമ്മൾ അങ്ങനെ കുടിക്കുന്നവരല്ല, നമ്മൾ എങ്ങനെ മാന്യമായിട്ട് കുടിക്കാം, ആരോഗ്യം കളയാതെ എങ്ങനെ കുടിക്കാം, അതാണ് ഞങ്ങൾ. അതാവണം നിങ്ങളും. മനസ്സിലായോ? എൻജോയ് ചെയ്യുക. എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് മദ്യപിച്ച് ഒരു ഫുൾ ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഗമയായിരിക്കും, ഭയങ്കര ആസ്ഥാന കുടി എന്നുള്ള പട്ടം കിട്ടും. പക്ഷെ അതിൽ നിന്നും ഉണ്ടാകത്തില്ല. ആ പട്ടത്തിന് കഴിഞ്ഞു പോകും. അല്ല തീർച്ചയായിട്ടും അതിനാണ് പോലെ കാര്യം. അല്ലാതെ അമിതമായിട്ട് കുടിക്കുക, എത്രത്തോളം കുടിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാർ ആവാൻ നോക്കി നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ സ്റ്റാർ അങ്ങ് കെട്ടുപോകും. അവരവിടെ നിൽക്കും, നിങ്ങൾ കെട്ടുപോകും. അതാണ് സത്യം അല്ലേ? മാന്യമായിട്ട് കുടിച്ചാൽ എപ്പോഴും കുടിക്കാം, അല്ലെങ്കിൽ കുറച്ചാൾ കുടിക്കാം, തീർന്നു. സോ ദ ഫൈനൽ ചേസിലേക്കുള്ള മദ്യപാനം ചെയ്യുന്നു. ഞാൻ ഇത്ര ബാക്കി വെക്കുന്നു. എനിക്ക് വേറൊരു കമ്പനി ഉണ്ട്, ഞാൻ അവിടെ കൂടെ ജോയിൻ ചെയ്യും. അതിനു വേണ്ടി ബാക്കി വെക്കുന്നു. സോ ദ ഫൈനൽ ചേസ് ഓഫ് എ നൈറ്റ്. ഇത് കഴിഞ്ഞ് വെള്ളം അടിക്കാൻ പോയി, ഇത് കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ പോണം. സോ ദ ഫൈനൽ ചേസ് വിത്ത് മിസ്റ്റർ ഡ്രങ്കൻ ജി ഈസ് ഹിയർ ആൻഡ് ചേസ് വിത്ത് യു ആർ മൈ ബ്രദേഴ്സ്. ഇന്നത്തെ ഡ്രങ്കൻ ഇപ്പൊ നിങ്ങൾ പല കമന്റിൽ പറയുന്നുണ്ടാവും, ഡ്രങ്കൻ ശോകമാണല്ലോ, ഇങ്ങനെ അല്ലാതെ. എനിക്ക് എന്റെ ബലമായ സംശയമാണോ, ഇന്ന് എവിടെയെങ്കിലും താങ്കൾ കഴിച്ചിട്ടുണ്ടോ? റെസ്റ്റ് എടുത്ത് അവന് ക്ഷീണമാണോ? നമ്മൾ ഭക്ഷണം അടിക്കാൻ, ഐ മീൻ ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ ഒരു തട്ടുകട. അതെ, ചെറുതിലും വളരെയധികം ചെറുതായിട്ടുള്ള തട്ടുകട, പക്ഷെ എല്ലാം കിട്ടുന്നൊരു തട്ടുകട അല്ലെ മിസ്റ്റർ ഡ്രാഗൻ ജി? ചേട്ടാ, കഴിക്കാൻ എന്തൊക്കെയാ ഉള്ളത് പറഞ്ഞോ. അപ്പം, കപ്പ, ദോശ, ചപ്പാത്തി. ഓക്കെ, കറികൾ എന്തൊക്കെയുണ്ട്? ചിക്കൻ, കക്ക, കടല. ഓക്കെ, തനിക്ക് എന്തൊക്കെ വേണോ? ദോശയും ലിവർ. ദോശയും ലിവറും അല്ലേ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്ലേറ്റ് ദോശ, ഒരു പ്ലേറ്റ് ലിവർ. പിന്നെ എനിക്ക് ദോശ, പിന്നെ ഓക്കെ ഒരു ചിക്കൻ റോസ്റ്റ് അല്ലേ? ഫ്രൈ ഉണ്ടോ? ഫ്രൈ ഇല്ല. ഓക്കെ, ചിക്കൻ റോസ്റ്റ് എടുക്കും. ലിവർ അടിക്കണ്ടേ? എന്നാ മുളകാണ് കേട്ടോ. അതെ, ചേട്ടന്റെ സ്പെഷ്യൽ ഐറ്റം അല്ലേ? ഓക്കെ, ഇത് ചിക്കൻ്റെ ആണോ ബീഫിൻ്റെ ആണോ ലിവർ? മിക്സറാണോ? അതിനെന്താ, എല്ലാം പോഷണമല്ലേ. പിന്നെ അല്ല പറ്റിയിരുന്നില്ലല്ലോ, നമ്മള് പറ്റിക്കുന്ന പരിപാടി ഒന്നുമില്ല, അത്രേ ഉള്ളൂ. വന്ന പാടെ തുടങ്ങിയില്ലടോ. പിന്നെ വിശന്നിരിക്കില്ല. അഞ്ചാ? എനിക്ക് 2 മതി. ചതിക്കല്ലേടാ. ഗ്രേവി കുറച്ച് കൂടുതൽ വെച്ചോ. അതെ, ഓക്കെ. അപ്പൊ ഞാൻ ടേസ്റ്റ് ആണ് ഇനി ഞാൻ ചോദിക്കും. പിന്നെ ചോദിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ എക്സ്പേർട്ട് ആണല്ലോ എല്ലാവരും. ചേട്ടൻ്റെ പേരെന്തുവാ? ആ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ? 45 വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. അതെ അല്ലേ, ഈ ഫീൽഡിന്റെ എക്സ്പേർട്ട് ആണല്ലേ. ഓക്കെ, കട ഇവിടെ ആയിരുന്നു, അപ്പുറത്തായിരുന്നു ആദ്യം. അതെ, മതിയോ? ഓക്കെ, ഒരു ദോശ 8 സ്റ്റാഫുണ്ട്. ഒരു ദോശ അതല്ല. എന്തോ വായു വരെ മുണങ്ങുന്നത്. ലിവർ, ദോശ, പിന്നെ സവാള. എങ്ങനെയുണ്ട് നമ്മുടെ ശശിയേട്ടന്റെ? ഇവിടെ നമ്മൾ സ്ഥിരം വന്ന് കഴിക്കാറുണ്ട്. സ്ഥിരം വരുന്ന കടയാണല്ലേ? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നല്ലേ കഴിക്കുന്നത്. അതെ,
ചേട്ടാ ഞങ്ങളെ പല ദിവസങ്ങളും ഇവിടെ വന്നു പക്ഷെ ഒരുപാട് താമസിച്ചു പോയ കാരണം നിങ്ങൾ അടച്ചെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് പോയി വീട്ടിൽ പോയി. മുമ്പ് സ്ലോട്ടായിരുന്നു, അതെ ഇപ്പം 10:30. അതെ ആണില്ല. അതെ മുമ്പ് പണിയുണ്ടായിരുന്നു, അതെ അല്ലേ. ഇപ്പൊ പണി കുറവാ. എവിടെ മൈക്കിങ് എവിടെ വീട് ഇവിടെ? തോന്നമുള്ള തോണ്ടംകുളങ്ങര. എന്നിട്ട് അവിടെ എങ്ങും സ്ഥലമില്ലാണ്ടാണ് ഇവിടെ വന്ന്? ഇല്ലല്ല, എനിക്ക് ഉടുപ്പ് കട ജെട്ടിയിലായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്. അത് ശരി. ഇവിടെ 16 മഞ്ജുള ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ താഫല്ലേ, ഈ വടക്കേ സൈഡിലോ? പാലത്തിന് ഇപ്പറേ. അതെ. ഇവിടെ എത്ര ആളെ തുടങ്ങിയിട്ട്? ഇവിടെ 16 വർഷം. 16 വർഷമേ. കേൾക്കണം കാശ്, 16 വർഷമാണ്. ഈ 16 വർഷത്തിലാണ് ഞാനും ഡ്രങ്കൻ ചേക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളൂ. രാത്രി കപ്പയൊക്കെ ഞാൻ കപ്പയും കക്കാർച്ചയൊക്കെ ഇവിടെ കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. കഴിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ ചേട്ടന് ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഈ പുള്ളിക്കാരൻ സ്ഥിരം വരുന്ന കടയാണ് ആക്ച്വലി. അപ്പൊ പുള്ളിക്കാരൻ പല ദിവസങ്ങളും എന്നെ ഇവിടെ കൊണ്ടുവരും, പക്ഷെ ചേട്ടൻ അടച്ചു പോകും. നമ്മൾ ഒരുപാട് 11 മണിയൊക്കെ ആവും, കാരണം ചേട്ടൻ അടച്ചു പോകും. അപ്പൊ ഇന്ന് എന്തായാലും ചേട്ടനെ പിടിച്ച രക്ഷയുള്ളതാണ് ഇങ്ങോട്ട് വന്നേച്ചത്. കാരണം അതുപോലെ നല്ല ഫുഡാണ്. ഞാൻ ഇതിന് കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ എന്തായാലും സന്തോഷം എല്ലാത്തിലും. സന്തോഷം. അതെ ഗായ്സ്, ഗായ്സ്, ആ പുള്ളിക്കാരൻ ആ പറയുന്നതിൽ ആ കോൺഫിഡൻസിൽ ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം കഴിച്ചു നോക്കിയിട്ട് പറയണം എന്ന് പറയുന്നതിൽ ആ ഒരു ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അപ്പൊ അത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ എന്തായാലും പറയും. എന്റെ കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ സ്ഥിരം കസ്റ്റമർ, പഴയ കസ്റ്റമർ, സ്ഥിരം കസ്റ്റമർ വരും. അപ്പൊ അത് അന്വേഷിച്ച് വരും. അന്വേഷിച്ച് വരും തീർച്ചയായിട്ടും. അപ്പൊ അതാണ്. അതെ ഗൈസ്, ഹോട്ടലുകളൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ഹോട്ടൽസ് ഓരോ ദിവസവും ജനിക്കും. പക്ഷേ ഇതുപോലുള്ള സാധാരണക്കാരുടെ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും വന്നുകൊണ്ടേയിരിക്കും. തന്നെ പോലെ അല്ലേ, ഇതേ ഈ മനുഷ്യനെ പോലെ. ഞാനൊരു 23 വയസ്സ് മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് തന്നെ? ഇവിടുന്നല്ല, മഞ്ജുള ബേക്കറിയുടെ തൊട്ട് കിഴക്ക് വടക്കേ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പുള്ളിക്കാരന്റെ കടയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴും ഇടക്ക് വരുമ്പോ ഇവിടെ വന്ന് കഴിക്കും. അതെ. ഇപ്പം കടയൊക്കെ വിട്ട് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇടക്ക് വരുമ്പം കയറും കഴിക്കും. അതാ എന്റെ പേരും വിളിച്ചത്. അതെ. ഇതെല്ലാം ഈ പുള്ളിക്കാരന്റെ കൈപ്പുണ്യാണെന്ന് പറയാം, അല്ലേ? അത്രേ ഉള്ളു. ആ സാധനം നല്ലതായതുകൊണ്ട് നമ്മൾ വന്ന് കഴിക്കും, എല്ലാവരും കഴിക്കും. കടയുടെ വലിപ്പത്തിലല്ല കാര്യം, വലിപ്പത്തിലല്ല സാധനത്തിലാണ് മെച്ചം. തീർച്ചയായിട്ടും അതങ്ങനെ കേട്ടോ. നമ്മളിപ്പോ ഈ വലിയ വലിയ കടയിലൊക്കെ പോകും, പക്ഷേ അവിടുത്തെ ഭക്ഷണം കൊള്ളത്തില്ലായിരിക്കും. നമുക്ക് കൂടുതൽ പൈസ നമ്മുടെ കൂടുതൽ പോവുകയും ചെയ്യും. പക്ഷേ ഇതാണ് ചെറിയ ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരാ. അപ്പോൾ ഒരുപാട് കടകൾ നമ്മളിങ്ങനെ കാണും. ചെറിയ കടകളാകുമ്പോൾ നല്ല സ്വാദിഷ്ട ഭക്ഷണം നമുക്ക് ആഹാരമുള്ള കടകളാണ്. തീർച്ചയായിട്ടും. കടയാകുമ്പോൾ ചേട്ടൻ്റെ പേരെന്താ അത് പറ? എൻ്റെ ഒരു ബാബു ടീ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഞാൻ സഹൃദയിൽ എൻ്റെ തള്ളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അതെ, അവിടെ കടയില്ലാണ്ടല്ല, അല്ല, വീട്ടിലൊക്കെ പോകുന്ന വഴി. ഞാൻ വീട് താമസിക്കുന്നത് മാളിമുക്കില. അറിയാം. അവിടുന്ന് ഇവിടെ നിന്ന് രണ്ടും കഴിച്ചിട്ട് പോയാക്കെന്നും പറയും ഇങ്ങോട്ട് വന്നത്. അതെ. രംഗൻജി, ഓരോ ചപ്പാത്തി അല്ല ഓരോ ദോശ കൂടെ പറയട്ടെ. ഡബിളാ? സോ ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ മദ്യപാനി. പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല, നമ്മളും കഴിക്കുകയാണ്. ഫസ്റ്റ് തന്നെ അവരുടെ മുളക് കൂട്ടിയിട്ട് പിടിക്കുക. പുള്ളിക്കാരൻ ചിക്കൻ ഗ്രേവി എനിക്ക് പുള്ളി അഭിപ്രായം പറഞ്ഞിരുന്നു, നിങ്ങൾ കഴിച്ചാൽ ഒരിക്കലും വെറുതെ ആവത്തില്ല എന്ന് പുള്ളിക്കാരനെ പറഞ്ഞിരുന്നു. അത് കാരണം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാണ്. മുളകുള മുട്ട അടിക്കുന്ന വേണമായിരിക്കും. ചമ്മന്തി മദ്യപാനി എന്ന് പറഞ്ഞാൽ ലിക്കർ റിവ്യൂ ഫുഡ് കൂടിയാണ്. ഞങ്ങളിവിടെ അണ്ണനെ നോക്കി എപ്പോഴും വരാറുണ്ട്. അല്ലേ, ടച്ചിങ്സിന്റെ ആൾക്കാരെ കൂടുതലും വരുന്നത്. ആ ബോട്ടിയില്ലല്ലേ? ബോട്ട് ഇവിടെ എടുക്കട്ടെ. ഞാൻ വന്നിട്ട് 33 വർഷമായി. ഡ്രങ്കന്റെ ഡബിൾ താറാവ് ഓംലെറ്റ് അല്ലേ? താനും താറാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും? കോഴിയല്ല താറാവാണല്ലേ?
ഇതിനൊരു പോരായ്മയുണ്ട്. ദാ, അതല്ല പറഞ്ഞേ, ഇതിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ എരിവ്, ഈ പച്ചമുളക്. ഇതുകൂടെ ചേർത്ത് പിടിച്ചാൽ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞ ആ ലെവലിൽ നമ്മളെത്തും, ആ സ്ഥലത്ത് നമ്മളെത്തും. ചേട്ടാ, നിങ്ങൾ പറഞ്ഞ വളരെയധികം സത്യം കേട്ടോ, സൂപ്പർ. ഒരു പുള്ളിക്കാരൻ അഹങ്കാരമല്ല, പുള്ളിക്കാരന്റെ ആ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും പുള്ളിക്കാരൻ ആത്മവിശ്വാസം അത്രയും കാണിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ ധൈര്യമായിട്ട് പറഞ്ഞത്. നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് പറ, ഇത് സത്യസന്ധമായ വാക്കുകൾ, സത്യസന്ധമായുള്ള കറികൾ. Guys, ഈ രാത്രിയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ തന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും ഒരുപാട് ബോധ്യമായെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. സോ ഇതുപോലുള്ള തട്ടുകട, വളരെ മൈന്യൂട്ട് ആയിട്ടും ടൈനി ആയിട്ടുള്ള തട്ടുകടയുമായിട്ടും അടിപൊളി സാധനങ്ങളുമായിട്ടും me and Dragon G will be joining you very shortly. So good night and cheers you all.